നിന്നെ ഞാൻ രാവിലെ ബൈക്കിൽ കൊണ്ട് വിട്ടതല്ലേ? പിന്നെ നീ ഇതെവിടെ പോയി? ഞാൻ ബാത്റൂം വരെ. ഓ, അതൊക്കെ രാവിലെ തന്നെ ശീലിക്കണ്ടേ? കഞ്ചല്ലി ക്ലാസ്സിലേക്ക്. എന്താ മുത്തലിബ് ഇങ്ങനെ ഇരിക്കുന്നേ? സ്റ്റാൻഡ് അപ്പ്. എനിക്ക് വയ്യ ടീച്ചർ, ഛർദിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നുക. പിന്നെ തലവേദനയുണ്ട്, വയറിന് ചെറിയ വേദനയുണ്ട്. ഞാനൊന്ന് ബാത്റൂമിൽ പോയിക്കോട്ടെ? പോയിട്ട് വാ. നന്ദകൃഷ്ണൻ പ്രസന്റ് ടീച്ചർ. നജാസ് പ്രസന്റ് ടീച്ചർ. ഓമനക്കുട്ടൻ പ്രസന്റ് ടീച്ചർ. കുറച്ചൊരു നെക്സലിപ്പ് വരും. എൻ്റെ കാര്യത്തിൽ തീരുമാനം. എടാ എടാ ഞാൻ പറയട്ടാ. എടാ ഞാനല്ലടാ. നീ ഇനി ഒന്നും പറയണ്ട. നീ കാരണം ഞാൻ അടുത്ത ടെൻഷൻ. അടിയാണല്ലേ വന്നേ നീ. നിന്റെയൊക്കെ തോന്നി നീട്ടൂടെ നീട്ടാനേ പറഞ്ഞു. മാഷെ, 2-3 ദിവസമായി ഞാൻ പറയുന്നു ഇവിടെ ഒരു അശ്ലീല പുസ്തകം കിടന്ന് കളിക്കുന്നുണ്ട്. മാഷ് വിശ്വസിച്ചോ? ഇല്ല. മാഷ് പറഞ്ഞു മാഷിന്റെ കുട്ടികൾ ഇതൊന്നും ഉപയോഗിക്കില്ല. എന്നിട്ടെന്തായി? ക്ലാസ് റൂമിന് മുമ്പിൽ കിടന്ന് അടിയായില്ലേ? വിളിക്കും മാഷെ, ഇവന്റെ രക്ഷിതാക്കൾ വിളിക്കും. കഴിഞ്ഞ 10-30 വർഷമായി പിന്തുടർന്നു വരുന്ന മഹത്തായ ഒരു പാരമ്പര്യം ഈ ഹൈസ്കൂളിനുണ്ട്. ഇതുവരെ ഇത്രയും ഹീനമായ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. 100% വിജയം തുടർച്ചയായി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളായത്. അതിലേറെ അച്ചടക്കവും. നിങ്ങൾ ഇത്ര ഉത്തമ വിശ്വാസിയായിട്ടും തൻ്റെ മകൻ എന്താ ഇങ്ങനെയായി പോയത്? ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും ഇവൻ നിൽക്കുന്ന കണ്ടില്ലേ? വല്ല കൂസലുണ്ടോ? ദാ നോക്കുമോ, ഇതോ ഒരു 15 വയസ്സുകാരൻ ചെയ്യുന്ന കാര്യങ്ങളാണോ ഇവൻ ചെയ്തിരിക്കുന്നത്? അല്ല. അതുകൊണ്ട് തന്നെ ഇവൻ ഈ സ്കൂളിൽ തുടർന്ന് പഠിക്കുന്നത് മറ്റു കുട്ടികളുടെ സന്മാർഗിക ജീവിതത്തെയും ബാധിക്കാം. ആദർശിന്റെ അമ്മ അറിഞ്ഞില്ലേ മകന്റെ ലീലാവിലാസങ്ങള്?
നിങ്ങൾക്ക് എത്ര മക്കളാ? ഒരാളാ, ഇവന്റെ അച്ഛനെവിടെ? സൗദിയിലാ. ആ, വെറുതെ അല്ല, വളർത്തു ദോഷം. ഒരുപാട് ലാളിച്ച് അമ്മമാര് വളർത്തുന്ന ഒറ്റപുത്രന്മാരൊക്കെ ഇങ്ങനെ വരൂ. അതാണല്ലോ നാട്ടു നടപ്പ്. കൂടുതൽ ന്യായമൊന്നും ഇങ്ങോട്ട് പറയണ്ട. ഇവരെ ഡിസ്മിസ് ചെയ്യാൻ തന്നെയാണ് എന്റെയും മാനേജ്മെന്റിന്റെയും തീരുമാനം. രമയ്ക്ക് വല്ലതും പറയാനുണ്ടോ? മാഷെ 10ാം ക്ലാസ്സല്ലേ, എന്തെങ്കിലും ചെയ്യാൻ പറ്റും? സോറി മൊയ്തു, ഒന്നും ചെയ്യാനില്ല. ഇവർ ചെയ്തത് വലിയ തെറ്റാണ്. അതിന്റെ ഫലാണ് ഇവർ അനുഭവിക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം, TC വാങ്ങാൻ പോലും ഇങ്ങോട്ട് വരണമെന്നില്ല. അതെ, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒപ്പിടുക, പോവുക, ദാറ്റ്സ് ഓൾ. ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നിങ്ങൾ നന്നാവുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല. പക്ഷെ ഞാനിപ്പോൾ വിട്ടുകൊടുത്താ എൻ്റെ ബാക്കിയുള്ള കുട്ടികൾ കൂടി ചീത്തയായി പോകും. ഒരു മുത്തലീബിലും ആദർശിലും ഒന്നും ഇത് തീരില്ല. ഇവർക്ക് ഇതാരാണ് കൊടുക്കുന്നത്, എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ എനിക്കറിയണം. ഞാനിത് പോലീസിൽ അറിയിക്കാൻ പോവാ. മാഷെ ഒന്നുകൂടി ആലോചിച്ചിട്ട്. എന്താലോചിക്കാൻ? അല്ല മാഷ ഒരു മാഷെ, ഇതൊരു നാട്ടുകേസാണ്. പോലീസിൽ അറിയിച്ച തെളിവെടുപ്പായി ബഹളായി. മറ്റു സ്കൂളുകാരുടെ മുമ്പിൽ നമ്മുടെ പ്രതിച്ഛായ തകരും, അഡ്മിഷനും കുറയും. പിന്നെ താനൊന്ന് തെളിച്ചു പറ. നമ്മുടെ കുട്ടികൾ ഇതിനെപ്പറ്റി ഇനി ചിന്തിക്കാനേ മടിക്കും. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. മാഷന്റെ കൂടെ നിന്ന് തന്നാ മതി. ഓക്കെ, വാ വാ മാഷേ. ഒരു സ്പെഷ്യൽ അസംബ്ലി എന്തിനാണ് വളരെ പെട്ടെന്ന് ഇവിടെ വിളിച്ചുകൂട്ടിയിരിക്കുന്നതെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം. നമ്മുടെ ഈ സ്കൂളും നമ്മുടെ സമൂഹം തന്നെയും ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള വളരെ നീചമായ പ്രവൃത്തികളാണ് ഈ കുട്ടികൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. 15 വയസ്സുകാരുടെ ചാബല്യങ്ങളായി അതിനെ കാണാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ യാതൊരു ദയയും ഇവർ അർഹിക്കുന്നുമില്ല. എന്തിനാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത്? പഠിക്കാൻ. ഞങ്ങൾ അധ്യാപകരാകട്ടെ നിങ്ങളെ നല്ലവണ്ണം പഠിപ്പിക്കാനുമാണ് സ്കൂളിലേക്ക് വരുന്നത്, അല്ലാതെ നിങ്ങളുടെ ലൈംഗിക ചോദനകളെ വളർത്താനല്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ കൺമുൻപിൽ വെച്ച് ഭാവിയിൽ ഈ നാട്ടിലെ സാമൂഹ്യ വിരുദ്ധരായി തീരാൻ സാധ്യതയുള്ള 10C മുത്തലിബും ആദർശ് മാധവനും അവർ വായിച്ച അശ്ലീല പുസ്തകം ഇവിടെ നശിപ്പിക്കുന്നതാണ്.
എഴുതി തയ്യാറാക്കിയിരിക്കുന്ന മാപ്പാപേക്ഷ ഇവർക്ക് വേണ്ടി ഇവരുടെ മാതാപിതാക്കൾ വായിക്കുന്നതായിരിക്കും. മുത്തലിബിന്റെ വാപ്പ KT മൊയ്തു. വരും. വിദ്യാഭവൻ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുത്തലിബ് MT ഈ സ്കൂളിൻ്റെയും സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും ധാർമ്മികതയെയും സൽപ്പേരിനെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അശ്ലീല പുസ്തകം വായിക്കുകയും മറ്റു കുട്ടികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തതിനാൽ മുത്തലിബിൻ്റെ പിതാവായ ഞാൻ ഈ സ്കൂളിനോടും അധ്യാപകരോടും വിദ്യാർത്ഥികളോടും നിർവ്യാജം ഞാൻ മാപ്പപേക്ഷിക്കുന്നു. ആദർശ് മാധവന്റെ അമ്മ രമാ മാധവൻ. വിദ്യാഭവൻ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദർശ് മാധവൻ ഈ സ്കൂളിൻ്റെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും ധാർമ്മികതയും സൽപ്പേരിനെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അശ്ലീല പുസ്തകം വായിക്കുകയും മറ്റു കുട്ടികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തതിനാൽ ആദർശിന്റെ മാതാവായ ഞാൻ അധ്യാപകരോടും സ്കൂളിനോടും വിദ്യാർത്ഥികളോടും നിർവ്യാജം മാപ്പപേക്ഷിച്ചു കൊടുക്കുന്നു.